പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് VS സുനിൽകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി. താൻ കണ്ടതും തനിക്ക് അറിയാവുന്ന കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയതായി സുനിൽകുമാർ. 31ാമത് SI കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നടന്നു. പോലീസിന് ജനസൌഹൃദത്തിന്റെ മുഖം കൈവന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതുക്കാട് ഉഴിഞ്ഞാൽപ്പാടത്ത് അംഗപരിമിതിയായ ലോട്ടറി വിൽപ്പനക്കാരിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ചാലക്കുടി മേലൂർ നമ്പ്യാർ വീട്ടിൽ അമ്പിളിക്കാണ് പരിക്കേറ്റത്. കൊടകര കുഴൽപ്പണ കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യ മൊഴിയെടുക്കും. തിങ്കളാഴ്ച കുന്നംകുളം കോടതിയിലാണ് മൊഴിയെടുക്കുക. ജില്ലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. അവണൂരും ആറങ്ങോട്ടുകരയിലും കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ദേശീയപാത മതിലകത്ത് ക്രെയിനിടിച്ച് കാൽനട യാത്രക്കാരിയായ യുവതിക്ക് ഗുരുതര പരിക്ക്. വാടാർപ്പള്ളി ഇടശ്ശേരി സ്വദേശി സൂഫിയക്കാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലമായത് ബന്ധപ്പെട്ട് മുൻ മന്ത്രിയും CPI നേതാവുമായ അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. തൃശൂർ രാമനിലയത്തിലാണ് മലപ്പുറം അഡീഷണൽ SP-യുടെ നേതൃത്വത്തിലുള്ള 3-അംഗ അന്വേഷണ സംഘം സുനിൽകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. മൊഴിയെടുപ്പ് 1 മണിക്കൂറോളം നീണ്ടുനിന്നു. പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് താൻ കണ്ടതും തനിക്ക് അറിയാവുന്നതുമായ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയതായി സുനിൽകുമാർ പറഞ്ഞു. ഇതിനു പിന്നിൽ നടന്നിട്ടുള്ള BJP, RSS, വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ള നേതാക്കളുടെ പങ്കാളിത്തവും ഗൂഢാലോചനയെക്കുറിച്ചും മൊഴി നൽകിയതായും സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട ആ വിഷയത്തില് എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളും എനിക്ക് പറയാനുള്ള കാര്യങ്ങളും പറയാൻ വേണ്ടിയുള്ള അവസരമാണ് ഇന്ന് ഉണ്ടായത്. എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും, അതായത് തൃശൂർ പൂരം അന്ന് രാത്രി ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ, വെടിക്കെട്ട് വൈകിയത്, പൂരം അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം കേവലം ചടങ്ങുകളാക്കി മാത്രം മാറ്റിയത്, മേളം നിർത്തിവെച്ചത്, അതുപോലെ വെടിക്കെട്ട് നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചത്, പന്തലിന്റെ ലൈറ്റ് ഓഫ് ചെയ്ത് ഉൾപ്പെടെയുള്ള ആ അനിഷ്ട സംഭവങ്ങൾക്കിടയാക്കിയ സാഹചര്യങ്ങളെപ്പറ്റി കൃത്യമായ അറിവുകൾ, എനിക്ക് കിട്ടിയ അറിവുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ തരണമെന്ന് വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടിട്ടും അത് നൽകാൻ കഴിയില്ലെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള BJP, RSS, വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള അതിനകത്തുണ്ടായ നേതാക്കന്മാരുടെ പങ്കാളിത്തം, ആ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവകാശം അനുസരിച്ച് അപേക്ഷ കൊടുത്തപ്പോൾ പോലീസ് പറഞ്ഞത് അത്തരം ദൃശ്യങ്ങളൊന്നും പരസ്യപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ആ ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ട് എന്നുള്ളതാണ്. ആ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിടണം. പൂരം അലങ്കോലപ്പെട്ടതിൽ 2 ദിവസങ്ങൾക്കും പങ്കുണ്ടെന്ന് കരുതുന്നില്ല. പക്ഷേ ആരാണ് പൂരവും വെടിക്കെട്ടും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് പുറത്തുവരണം. പൂരം അലങ്കോലപ്പെട്ടാൽ അതിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നവർക്കൊപ്പം നിന്നത് ആരൊക്കെയാണെന്നുമുള്ള തന്റെ സംശയങ്ങളും ആശങ്കകളും അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് FIR ഇട്ട് അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘം തന്നെ സമീപിച്ചാൽ മറുപടി നൽകുമെന്നും സുനിൽകുമാർ പറഞ്ഞു. ഈ പൂരം നടത്തുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദേവസ്വങ്ങൾ, ആ ദേവസ്വങ്ങളോ ആ ദേശത്തെ ജനങ്ങളോ പൂരം അലങ്കോലപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല. എന്നാൽ പൂരം അലങ്കോലപ്പെട്ടാൽ അതിന്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊപ്പം നിന്ന ആരൊക്കെയുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളും സംശയങ്ങളും ചില തെളിവുകളും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പാകെ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു FIR രജിസ്റ്റർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ FIRന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ വീണ്ടും എൻ്റെ അടിയിൽ വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഉന്നയിച്ച സംശയങ്ങൾ അവരാണ് വ്യക്തത വരുത്തേണ്ടത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വ്യക്തത വരുത്താനുണ്ടെങ്കിൽ വീണ്ടും എന്നോട് ചോദിച്ചാൽ ആ കാര്യങ്ങൾക്കുള്ള മറുപടി ഞാൻ കൊടുക്കുന്നതാണ്. ഇനി നടക്കാൻ പോകുന്ന പൂരമെങ്കിലും സുഗമമായി നടക്കണം. തൃശൂർ പൂരം രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ളതല്ല. കേന്ദ്ര നിയമം കൊണ്ടും കോടതി വിധി കൊണ്ടും പൂരത്തെ പ്രശ്നത്തിലാക്കിയിരിക്കുകയാണെന്നും അത് പരിഹരിക്കാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന സാഹചര്യമാണുള്ളതെന്നും സുനിൽകുമാർ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. പോലീസിന് ഇരുണ്ട കാലത്തിന്റെ ഒരു ചരിത്രമുണ്ടായിരുന്നുവെന്നും എന്നാൽ ഇന്ന് കേരള പോലീസ് എന്നത് ജനസൌഹൃദത്തിന്റെ മുഖമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ.
തൃശൂർ പോലീസ് അക്കാദമിയിൽ നടന്ന 31ാമത് ബാച്ച് സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പോലീസ് ആളുകളെ തല്ലാനുള്ള സംവിധാനമാണെന്ന ധാരണ ഒരു കാലത്തുണ്ടായിരുന്നു. പോലീസിന്റെ ഈ ഇരുണ്ട മുഖത്തിന് മാറ്റം വരുത്തിയത് സംസ്ഥാനത്തെ ആദ്യ സർക്കാരായിരുന്നുവെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ഇപ്പോൾ സേനയുടെ ഭാഗമാകുന്നുണ്ട്. അതുകൊണ്ട് പഴയതിൽ നിന്നും ഭിന്നമായ ഒരു മുഖം ഇപ്പോൾ പോലീസിനുണ്ട്. എന്നാൽ തെറ്റായ വഴിക്ക് സഞ്ചരിക്കുന്ന ചിലർ ഇപ്പോഴുമുള്ളതായും അത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ജനങ്ങളാണ് യജമാനന്മാർ എന്ന ബോധ്യം ഓരോ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകണം. നാടിന്റെ നന്മയെ കരുതിയുള്ള നിലപാട് സ്വീകരിക്കാൻ പോലീസിന് കഴിയേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഒട്ടേറെ സൈബർ കുറ്റകൃത്യങ്ങൾ വളർന്നു വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും സൈബർ കാര്യങ്ങളിൽ നല്ല പരിജ്ഞാനം ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ടാവും. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് മികവാർന്ന പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട്. അതിന്റെ ഭാഗമായി നിങ്ങൾക്കും മാറാൻ കഴിയണം. സ്റ്റേഷനിൽ എത്തുന്നവരോട് നല്ല രീതിയിൽ പെരുമാറണം. തെറ്റുകൾക്ക് നേരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. വർഗീയ തീവ്രവാദ നിലപാടുകളോട് വിട്ടുവീഴ്ച ചെയ്യരുത്. വർഗീയ സംഘർഷമില്ലാത്ത നാടായി കേരളത്തെ മാറ്റിയതിൽ പോലീസിനും പങ്കുണ്ടെന്നും മനുഷ്യത്വം സർവീസിലുടനീളം പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 141 SIമാരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് മുഖ്യമന്ത്രി ട്രോഫികൾ വിതരണം ചെയ്തു. പോലീസ് മേധാവി ഷെയ്ഖ് പർവേസ് സാഹിബ്, പോലീസ് അക്കാദമി ഡയറക്ടർ A. അക്ബർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. TC വിനോസ്, തൃശൂർ. പുതുക്കാട് ഉഴിഞ്ഞാൽപ്പാടം പാലത്തിന് സമീപം വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതയായ യുവതിക്ക് നേരെ ആക്രമണം. ചുറ്റിക കൊണ്ട് തലക്കടിയേറ്റ യുവതി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ചാലക്കുടി മേലൂർ നമ്പ്യാര് വീട്ടിൽ അമ്പിളിക്കാണ് പരിക്കേറ്റത്. പുതുക്കാട് ലോഡ്ജ് നടത്തുന്ന സ്ത്രീയാണ് ഇവരെ ആക്രമിച്ചത്. മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അമ്പിളിയുടെ അരികിലെത്തിയ സ്ത്രീ ആക്രമിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഞാൻ കച്ചവടത്തിന് ഇരിക്കുകയായിരുന്നു, ലോട്ടറി കച്ചവടത്തിനെ. സമയത്ത് ആ പെണ്ണുമ്പിള്ള അതിലിങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഒരു കവർ എടുത്തിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് ഒരു സമ്മാനം കൊണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ടാണ് വന്ന ആൾ. അപ്പം ഞാൻ എന്തിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ കുറേ ചളി എടുത്ത് മുഖത്ത് തേച്ചു. എൻ്റെ ചളി എടുത്ത് തേച്ച് കഴിഞ്ഞിട്ട് കുറേ അടി അടിച്ചു. ചെകിടുത്ത് അടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ആളുടെ കയ്യിൽ ചിറ്റിക ഇരിക്കുന്നുണ്ടായിരുന്നു. സാധാ അണി അടിക്കുന്ന ചിറ്റിക. ആ ചിറ്റി കൊണ്ട് ഒറ്റ അടി അടിച്ച വഴിക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അപ്പുറത്ത് ഫ്രൂട്ട്സ് കടയും ലോട്ടറി കടയൊക്കെ ആൾ തല്ലി തവിട് പൊടിയാക്കിയിട്ട് ബജ്ജിക്കടയുണ്ട്. അതുമ്പോൾ കുറേ തല്ലിയപ്പോൾ അത് ഒന്നും പറ്റില്ല. പക്ഷെ എൻ്റെ വണ്ടി 3 വീലറാണ്. അത് തല്ലി ഒരുവിധം നശിപ്പിച്ചിട്ടു. എന്തിനാണ് ഒരു പിടുത്തമൊക്കെ ഉണ്ട്. കാരണം ഞാൻ ആളോടും മിണ്ടാറില്ല, ആൾ എന്നോടും മിണ്ടാറില്ല. എന്നിട്ട് പറഞ്ഞു, ഈ പുറമ്പോക്കിൽ വന്നിട്ടാണോ നീ ഇവിടെ ഇരിക്കണത് എന്ന് ചോദിച്ചിട്ട് ആണ് തല്ലി തന്നെ. കൂടുതൽ വിശദാംശങ്ങളുമായി സരീഷ് ചേരുന്നു. സരീഷ്, പുതുക്കാട് അംഗപരിമിതയായ സ്ത്രീക്കാണ് ചുറ്റിക കൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇവരുടെ പരിക്ക് എത്രത്തോളമുണ്ട്? ആക്രമണത്തിനിടയാക്കിയ സംഭവം എന്താണ്? ഇന്ന് ഉച്ചയ്ക്കായിരുന്നു ഈ സംഭവം നടന്നത്. ഇത് പുതുക്കാട് നിന്ന് മുസ്ലിത്തേക്ക് പോകുന്ന വഴി ഊഞ്ഞാൽ പാലത്തിന് സമീപത്തായിട്ടുള്ള റോഡരികിൽ വെച്ച് ലോട്ടറി വിൽപ്പന നടത്തുകയായിരുന്നു ഈ യുവതി. ഇവർക്ക് അംഗപരിമിതയാണ്. ചാലക്കുടി സ്വദേശിയാണ്, ചാലക്കുടി മേലൂർ സ്വദേശിയാണ്. ഇവർ അവിടെ നിന്ന് മുച്ചക്ര വാഹനത്തിൽ വന്നാണ് ഇവിടെ ഈ പുതുക്കാട് ഭാഗത്ത് ലോട്ടറി കച്ചവടം നടത്തുന്നത്. ഏകദേശം ഒരു 5 മാസത്തോളമായി അവർ സ്ഥിരമായി ഇവിടെ ഈ ഭാഗത്ത് തന്നെ ലോട്ടറി കച്ചവടം നടത്തുന്ന വ്യക്തിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു ലോഡ്ജിന്റെ ഉടമ, ലോഡ്ജ് നടത്തുന്ന ഒരു സ്ത്രീ ഇവരുടെ അടുത്ത് വന്ന് ഒരു സമ്മാനം തരാം എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് ഇവരുടെ ചളിയെടുത്ത്, റോഡിൽ നിന്ന് ചളിയെടുത്ത് ഇവരുടെ മുഖത്ത് തേക്കുകയും അതോടൊപ്പം തന്നെ മുഖത്ത് 2-3 തവണ അടിക്കുകയും അതിനുശേഷം ഇവരുടെ കയ്യിൽ കരുതിയിരുന്ന ചുറ്റിയെ കൊണ്ട് തലക്കി ഏകദേശം നെറ്റിയിൽ ചേർത്ത് അടിക്കുകയുമായിരുന്നു. ഈ അടിയിൽ ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ അമ്പിളി എന്നാണ് ഈ പരിക്കേറ്റ യുവതിയുടെ പേര്. ഇവർ ചാലക്കുടി സ്വദേശിയാണ്. ഇവർക്ക് നെറ്റിയിലാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഇവരുടെ മുച്ചക്ര വാഹനത്തിലും ഈ ചുറ്റിയെ കൊണ്ടടിച്ച് കേടുപാടുകൾ വരുത്തുകയും അതുപോലെ തന്നെ ഇവരുടെ ഈ മുച്ചക്ര വാഹനത്തിന് സമീപത്തായി ഒരു ഫ്രൂട്ട് സ്റ്റാൾ ഉണ്ടായിരുന്നു. ആ കടയിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരി എറിയുകയും ആ കട തകർക്കുകയും ചെയ്തു ഈ സ്ത്രീ. അതിനുശേഷം ഈ ശബ്ദം കേട്ട്, ഇവരുടെ ഈ ബഹളം കേട്ട്, ഈ യുവതിയുടെ കരച്ചിൽ കേട്ടൊക്കെയാണ് തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ഓടിക്കൂടിയത്. അവര് അവിടെ എത്തുമ്പോഴേക്കും ഈ സ്ത്രീ അവരുടെ ആ ലോഡ്ജിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. എന്നിട്ട് നാട്ടുകാർ ചേർന്ന് പുതുക്കാട് പോലീസ് ഇവരെ അറിയിക്കുകയും അതുപോലെ തന്നെ നാട്ടുകാർ ചേർന്ന് തന്നെയാണ് ഇവരെ
പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിൽ അവർക്ക് പരിക്കുണ്ട്, മുഖത്ത് അടിച്ചതിന്റെയും അതുപോലെ തന്നെ ചുറ്റിയെ കൊണ്ട് തലക്കടിച്ചതിന്റെ പരിക്കുണ്ട്. അവർ ചികിത്സയിലാണ്, പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സരീഷ്, ഈ ആക്രമിച്ച സ്ത്രീ അവർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുക മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ഇവർക്ക് ഒരു മാനസികാസ്വാസ്ഥ്യമുള്ള ഒരു സ്ത്രീയാണെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പോലീസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലാണ്. അതുകൊണ്ട് കൂടുതൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പരിക്കേറ്റ യുവതി പരാതി നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ഒരു പോലീസ് സ്വമേധയാ കേസെടുക്കാനുള്ള തീരുമാനമാണ്. എങ്കിൽ പോലും ഇവർക്ക് ഈ മാനസികാസ്വാസ്ഥ്യമുള്ള ഒരു സ്ത്രീയായ കാരണം അത് എത്തരത്തിലാണ് ഈ കേസെടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചു കഴിഞ്ഞാലേ അറിയാൻ കഴിയുള്ളൂ. പുതുക്കാട് അംഗപരിമിതിയായ സ്ത്രീ ചുറ്റികൊണ്ട് ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത് സരീഷാണ്. മറ്റു വാർത്തകളിലേക്ക്. കൊടകര കുഴൽപ്പണ കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴിയെടുക്കും. തിങ്കളാഴ്ച കുന്നംകുളം കോടതിയിലാണ് മൊഴിയെടുക്കുക. അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി മാറ്റി പറയാതിരിക്കാനാണ് തിരൂർ സതീഷിന്റെ രഹസ്യമൊഴിയെടുക്കുന്നത്. രഹസ്യമൊഴിയെടുക്കാൻ തൃശൂർ CJM കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു. കൊടകരയിൽ കുഴൽപ്പണമായി എത്തിയത് BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടെന്നായിരുന്നു സതീഷ് വെളിപ്പെടുത്തിയത്. ചാക്കുകെട്ടുകളിലായാണ് പണം എത്തിച്ചതെന്നും പണം കൊണ്ടുവന്നവർക്ക് മുറിയെടുത്ത് നൽകിയത് താനാണെന്നും സതീഷ് വെളിപ്പെടുത്തിയിരുന്നു. ആരോപണത്തിന് തൊട്ടു പിന്നാലെ സതീഷിനെ തള്ളി BJP സംസ്ഥാന സെക്രട്ടറി K സുരേന്ദ്രനും BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറും രംഗത്തെത്തിയിരുന്നു. സതീഷിന്റെ ആരോപണം ഏറ്റെടുത്ത് CPIM-ഉം CPI-യും കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വെളിപ്പെടുത്തലുകളെ തുടർന്ന് തിരൂർ സതീഷിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. അവണൂരിൽ പാടശേഖരങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. വ്യാപകമാണ്. കാട്ടുപന്നികൾ നെൽകൃഷികൾ നശിപ്പിക്കുന്നത്. അവണൂർ പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായി തുടരുകയാണ്. ദിവസവും കാട്ടുപന്നികളെത്തി നെൽച്ചെടികളെല്ലാം കുത്തിമറിച്ചിടുകയും നശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു. വ്യാപകമായ രീതിയിൽ കാട്ടുപന്നികൾ കൃഷിനാശം സംഭവിപ്പിക്കുകയാണ്. അത് നെല്ല് മാത്രമല്ല, വാഴ, ചേമ്പ്, ഒരു സാധനവും വീട്ടിലൊക്കെ അവസ്ഥയാണ്. പല സ്ഥലങ്ങളിലും രാത്രികാലങ്ങളിൽ റോഡ് ക്രോസ് ചെയ്ത് ജനങ്ങൾ വീണ് അപകടം സംഭവിക്കുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട്. ഈ നിലയ്ക്ക് കൃഷി തുടർന്ന് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് ശാശ്വത പരിഹാരം പഞ്ചായത്തല്ല സർക്കാരിന്റെ ഭാഗത്ത് തന്നെ വേണം. നിശല്യം കാരണം കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ സർക്കാർ അതിനുവേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ കർഷകർ വളരെ കഷ്ടത്തിലാകും. കാട്ടുപന്നികളുടെ ശല്യം മൂലം കർഷകർ വലിയ ദുരിതത്തിലായ സാഹചര്യത്തിൽ ഉടൻ അധികാരികൾ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ കൃഷിയിറക്കാനാകാത്ത സാഹചര്യമാണെന്നും ഇവർ പറയുന്നു. TCV ന്യൂസ്, തൃശൂർ. പന്നിശല്യം മൂലം കർഷകർ ദുരിതത്തിൽ. ആറങ്ങോട്ടുകര മണ്ണങ്കോട്ട് പാടശേഖരത്തിലാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ കർഷകർ ദുരിതത്തിലായിരിക്കുന്നത്. വിളവെടുക്കാറായ നെല്ല് മുതൽ പുതുതായി നട്ട ഞാറുവരെ പന്നികൾ നശിപ്പിക്കുകയാണ്. കൂടാതെ മയിലുകളും മറ്റ് ചെറുകിളികളുമെല്ലാം കർഷകർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ആറങ്ങോട്ടുകര കൃഷിപാഠശാലയുടെ നേതൃത്വത്തിൽ ഇറക്കിയ 2 ഏക്കറോളം കൃഷിയാണ് കഴിഞ്ഞ ദിവസം പന്നികൾ നശിപ്പിച്ചത്. ഏകദേശം 2 ലക്ഷത്തോളം രൂപ നഷ്ടം കണക്കാക്കുന്നതായി കൃഷിപാഠശാല പ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര പറഞ്ഞു. നമ്മൾ കർഷകർ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടും അങ്ങനെ വെള്ളത്തിന്റെ പ്രശ്നം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഒരു കൃഷി നടത്തുന്നത്. അത് ഇതിനോടുള്ളൊരു താല്പര്യം കൊണ്ടും കൃഷി നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കൂടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് വെച്ചാൽ ഈ ഒരു മണി നെല്ല് പോലും കിട്ടാത്ത അവസ്ഥയിൽ ഒരു 4-5 ഏക്കർ പൂർണ്ണമായിട്ടും പന്നിയും മയിലും അതുപോലെ കിളികളും കൊണ്ടുപോയിരിക്കുന്നു. ഇപ്പോൾ ബാക്കി കുറച്ച് നന്നായി നിന്നിരുന്ന നെല്ലും ഇതുപോലെ മുഴുവനായിട്ടും ഏതാണ്ട് ഒരു മണി നെല്ല് പോലും വൈക്കോലും കിട്ടാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ കൃഷി അല്ലെങ്കിലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഇത്തരം ഒരു ചില കാര്യങ്ങളും കൂടിയും അത് സർക്കാരും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷി ഇറക്കുന്ന സമയം മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിച്ച് പന്നിശല്യത്തിന് പരിഹാരം കാണണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഓരോ വർഷവും കർഷകരുടെ എണ്ണവും കൃഷിയുടെ ഉൽപ്പാദനവും കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് കർഷകരോട് ഇത്തരത്തിലുള്ള അവഗണന നടത്തുന്നതെന്നും കർഷകർ പറയുന്നു. പന്നി, മയിൽ തുടങ്ങിയവയും പാടത്തേക്കിറങ്ങി നെൽവയലുകൾ നശിപ്പിക്കുന്നത് തടയുന്നതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പ് മുഖാന്തരം ഉണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അല്ലാത്തപക്ഷം വരും വർഷങ്ങളിൽ കൃഷി ചെയ്യാനാകാത്ത സാഹചര്യത്തിലാണ് കർഷകർ.
TCV ന്യൂസ് ചെറുതുരുത്തി. ദേശീയപാത മതിലകത്ത് ക്രെയിൻ ഇടിച്ച് കാൽനടയാത്രക്കാരിയായ യുവതിക്ക് ഗുരുതര പരിക്ക്. വാടാനപ്പള്ളി ഇടശ്ശേരി സ്വദേശി മതിലകത്ത് വീട്ടിൽ സൂഫിയക്കാണ് പരിക്കേറ്റത്. ഇവരെ SYS സാന്ത്വനം ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപമായിരുന്നു അപകടം. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന സൂഫിയെ പുറകിലൂടെ വന്ന ക്രെയിൻ തട്ടി വീഴുകയായിരുന്നു. സൂഫിയുടെ കാലിലൂടെ ക്രെയിനിന്റെ ചക്രം കയറിയിറങ്ങി. ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തികൾക്കായി പോയിരുന്ന ക്രെയിനാണ് അപകടമുണ്ടാക്കിയത്. റോഡരികിൽ കാനയുള്ളതിനാലും പുല്ല് കയറി കാട് പിടിച്ച് കിടക്കുന്നതിനാലും ഈ ഭാഗത്ത് കാൽനടയാത്ര ഏറെ ബുദ്ധിമുട്ടാണ്. ദേശീയപാത നിർമ്മാണത്തിനായി എത്തിയിട്ടുള്ള JCB, ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അമിത വേഗതയിലാണ് പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. സ്ഥിരമായി ഇത്തരം വാഹനങ്ങൾ അപകടമുണ്ടാക്കുന്നതും പതിവായിട്ടുണ്ട്. അപകടമുണ്ടാക്കിയ ക്രെയിൻ ഓടിച്ചിരുന്ന ബീഹാർ സ്വദേശി മുന്ന കുമാറിനെ മതിലകം പോലീസ് കസ്റ്റഡിയിലെടുത്തു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് ശങ്കരൻകാവ് വഴിയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചു. ശങ്കരൻകാവ് ഭാഗത്തുനിന്നും വന്നിരുന്ന കാർ വളവിൽ വെച്ച് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് തകർന്നു. അതേസമയം എരുമപ്പെട്ടിയിൽ നിന്നും കടങ്ങോട്ടേക്ക് പോകുകയായിരുന്ന മറ്റൊരു കാറുമായും നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു. ഇരു കാറുകളുടെയും മുൻവശം തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തുടർച്ചയായ നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാർക്ക് പരിശീലനം നൽകാൻ ഗതാഗത വകുപ്പിന്റെ തീരുമാനം. MVDയുടെ പരിശീലന കേന്ദ്രങ്ങളിലായിരിക്കും 5 ദിവസത്തെ പരിശീലനം നൽകുക. നിയമലംഘനം നടത്തുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ RTOമാർക്ക് ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് അപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം. വിവിധ വാഹന ഡ്രൈവർമാരുടെ സംഘടനകളുമായി ചേർന്നും പരിശീലന പരിപാടി നടത്തും. ബസ്സിൽ കടത്താൻ ശ്രമിച്ച 6 കിലോ കഞ്ചാവുമായി 2 പേരെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും മണ്ണുത്തി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. മാള കുഴിക്കാട്ടുശ്ശേരി സ്വദേശി പരിയാടൻ വീട്ടിൽ ലിബിൻ, ചെല്ലാനം സ്വദേശി സ്റ്റെമിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്ന് ബസ്സിൽ നിന്നാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. കൃഷിയും ജലസേചനവും കൂട്ടിയോജിപ്പിക്കുന്ന പുതിയ കാർഷിക നയം പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ വിളകളും കർഷകരും വലിയ ദുരിതത്തിലാകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ. ചാലക്കുടി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന അഗ്രി ബിസിനസ് എക്സ്പോയിൽ പുതിയ ജൈവ ഫെർട്ടിഗേഷൻ യൂണിറ്റ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലാവസ്ഥാ വ്യതിയാനത്തിൽ കാർഷിക മേഖല കനത്ത വെല്ലുവിളി നേരിടുകയാണ്. മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലം കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ ആവുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ A. ലത, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ MP അനൂപ് എന്നിവർ സംസാരിച്ചു. പാതയോരങ്ങളിലെ ബോർഡുകളും ബാനറുകളും ഉടൻ മാറ്റണമെന്ന് സംസ്ഥാന സർക്കാർ. ഇത് സംബന്ധിച്ച് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സർക്കുലർ ഇറക്കി. ബോർഡുകളും ബാനറുകളും മാറ്റാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ഉത്തരവ് ലംഘിച്ചാൽ തദ്ദേശ സെക്രട്ടറിമാരിൽ നിന്നും പിഴ ചുമത്തും. ഈ മാസം 15-ന് മുൻപ് പാതയോരങ്ങളിലെ ബോർഡുകളും ബാനറുകളും കൊടിതോരണങ്ങളും മാറ്റാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് നിർദ്ദേശം നൽകിയത്. ബോർഡുകളും ബാനറുകളും കൊടിതോരണങ്ങളും മാറ്റാനായി സ്ക്വാഡുകളെ നിയോഗിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. വരുന്ന 3 ദിവസങ്ങളിൽ സ്ക്വാഡുകൾ നിരത്തിലിറങ്ങണം. അനധികൃതമായി സ്ഥാപിച്ച എല്ലാ ഫ്ലെക്സ് ബോർഡുകളും തോരണങ്ങളും നീക്കം ചെയ്യണം. ജില്ലാ നോഡൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇക്കാര്യം കൃത്യമായി നടപ്പിലാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കാവല്ലൂർ തോട്ടിൽ വീണ് വയോധികൻ മരിച്ചു. കാവല്ലൂർ സ്വദേശി മേപ്പുറത്ത് വീട്ടിൽ 69 വയസ്സുള്ള രവീന്ദ്രനാണ് മരിച്ചത്. വീടിനടുത്തുള്ള തോട്ടിൽ രവീന്ദ്രൻ വീണ് കിടക്കുന്നത് സമീപവാസികളാണ് കണ്ടത്. പോത്തുകളെ കുളിപ്പിക്കാൻ വേണ്ടിയാണ് രാമചന്ദ്രൻ തോട്ടിലേക്ക് പോയത്. തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യമഹ ബൈക്കുകൾ മോഷ്ടിക്കുന്ന സംഘത്തിൽ ഉൾപ്പെട്ട 2 പേർ പിടിയിൽ. കൊടുങ്ങല്ലൂർ മേത്തല ചിത്തിരവളവ് കോനത്ത് വീട്ടിൽ സുനീഷ്, മൂത്തക്കുന്നം സ്റ്റാർ കമ്പനിക്ക് സമീപം താമസിക്കുന്ന മട്ടാഞ്ചേരി കപ്പലണ്ടിമുക്ക് മേപ്പറമ്പിൽ വീട്ടിൽ അൻവർ എന്നിവരെയാണ് പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്.
എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്ന് യമഹ ബൈക്കുകൾ മോഷ്ടിച്ച് കോയമ്പത്തൂരിലും മറ്റും വിൽക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണ് പിടിയിലായത്. പറവൂർ, കൊടുങ്ങല്ലൂർ, മാള, ഞാറയ്ക്കൽ, ആലങ്ങാട് എന്നീ സ്റ്റേഷൻ പരിധികളിൽ നിന്ന് 10ഓളം ബൈക്കുകൾ ഇവർ മോഷ്ടിച്ചിരുന്നു. പകൽ സമയങ്ങളിൽ കറങ്ങി നടന്ന യമഹ ബൈക്കുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് വാഹനം സൂക്ഷിക്കുന്ന ഇടം കണ്ടുവയ്ക്കുന്നതാണ് ഇവരുടെ രീതി. രാത്രിയിൽ മോഷണം നടത്തുന്ന സംഘം മോഷ്ടിച്ച വാഹനം അന്ന് തന്നെ കോയമ്പത്തൂരിലെത്തിച്ച് വിൽപ്പന നടത്തും. മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മിണാലൂരിൽ ട്രെയിൻ തട്ടി വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മിണാലൂർ പെട്രോൾ പമ്പിന് പുറകുവശത്തെ റെയിൽവേ ട്രാക്കിലാണ് ഏകദേശം 70 വയസ്സ് തോന്നിക്കുന്ന വയോധികന്റെ മൃതദേഹം കണ്ടത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെട്ടേക്കും. ഇന്ന് ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. അതേസമയം കേരള തീരത്ത് ഏർപ്പെടുത്തിയ മീൻപിടുത്തത്തിനുള്ള വിലക്ക് ഒഴിവാക്കി. കാലാവസ്ഥ മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം. മതിലകം CK വളവിൽ മെഴുകുതിരിയിൽ നിന്ന് തീ പടർന്ന് വീടിന് തീപിടിച്ചു. വീടിനകത്തുണ്ടായിരുന്ന വീട്ടമ്മ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. വടക്കനോളി ജുലാഷിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. വലിയകത്ത് റമ്മലത്തും മകനും ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. വൈദ്യുതി പോയതിനെ തുടർന്ന് മേശയിൽ കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരിയിൽ നിന്നാണ് തീപിടുത്തമുണ്ടായത്. തീയും പുകയും ഉയർന്നതോടെ ഉറക്കമുണർന്ന റംലത്ത് പുറത്തേക്ക് ഓടുകയായിരുന്നു. ഫ്രിഡ്ജും വീടിന്റെ സീലിംഗും വാതിലും കത്തിനശിച്ചു. മതിലകം പോലീസും കൊടുങ്ങല്ലൂരിൽ നിന്ന് ഫയർഫോഴ്സും എത്തി തീയണച്ചു. പുതുപുത്തൻ ഉൽപ്പന്നങ്ങളുമായി ക്രിസ്മസ് വിപണി സജീവം. തരംഗമായി ആപ്പ് സ്റ്റാറുകൾ. ഇത്തവണയും ക്രിസ്മസ് വിപണിയെ സവിശേഷമാക്കുന്നത് പുതിയ മോഡൽ നക്ഷത്രങ്ങളാണ്. QR കോഡ് സ്കാൻ ചെയ്ത് മൊബൈലിൽ കണക്ട് ചെയ്താൽ ഇഷ്ടമുള്ള പാട്ട് വെച്ച് അതിന്റെ താളത്തിനനുസരിച്ച് ലൈറ്റ് കത്തുന്ന സ്പെഷ്യൽ നക്ഷത്രമാണ് ആപ്പ് സ്റ്റാർ. റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനും കഴിയുമെന്നത് ശ്രദ്ധേയമാണ്. ആപ്പ് സ്റ്റാറിന് 600 രൂപയാണ് വില. 200ഓളം ഡിസൈനുകളിൽ പ്രകാശിക്കുന്ന ആപ്പ് സ്റ്റാർ വാങ്ങാൻ ആളുകൾ ഏറെയാണ്. കൂടാതെ മുളകൊണ്ടുള്ള നക്ഷത്രങ്ങളും വ്യത്യസ്ത നിറങ്ങളിലുള്ള ക്രിസ്മസ് ട്രീകളും ഇത്തവണ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. 45 രൂപ മുതൽ 9000 രൂപ വരെയുള്ള ട്രീകൾ വിപണിയിലുണ്ട്. ARM, വേട്ടയാൻ എന്നീ സിനിമാ പേരുകളിലുള്ള നക്ഷത്രങ്ങളും സുലഭമാണ്. LED നക്ഷത്രങ്ങൾ കൂടുതലും ജില്ലയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. ഓരോ തവണയും ക്രിസ്മസ് വിപണിയിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വ്യാപാരികളും ഇക്കുറി തികഞ്ഞ പ്രതീക്ഷയിലാണ്. ക്രിസ്മസിനെ വരവേറ്റ് ഗ്രാമനഗര വ്യത്യാസമില്ലാതെ കച്ചവട തെരുവുകളെല്ലാം വർണ്ണശോഭ പകരുന്ന ലൈറ്റുകളാലും നക്ഷത്രങ്ങളാലും ഡിസംബർ ആദ്യവാരത്തോടെ തന്നെ ഉണർന്നിരുന്നു. ക്രിസ്മസിനെ വരവേൽക്കാൻ വിപണി ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്യാമറമാൻ CB പൊട്ടൂരിനോടൊപ്പം ഡെൽനാലാസ്. കൂടിയാട്ടത്തിന്റെ പരിശീലനം, സംരക്ഷണം, പ്രചാരണം എന്നിവ ലക്ഷ്യമിട്ട് കൂടിയാട്ടക്കളം എന്ന പേരിൽ കലാസ്ഥാപനത്തിന് തൃശൂരിൽ തുടക്കമായി. പാറേമക്കാവ് ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത കൂടിയാട്ട ഗുരുക്കന്മാരായ പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, കലാമണ്ഡലം രാമചാക്യർ, കലാമണ്ഡലം ഗിരിജ ദേവി എന്നിവർ ചേർന്ന് കൂടിയാട്ടക്കളം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ശ്രീധരൻ തേറമ്പിൽ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ VK ശ്രീരാമൻ മുഖ്യ അതിഥിയായി. കലാനിരൂപകൻ പ്രൊഫസർ ജോർജ് എസ് പോൾ, കലാമണ്ഡലം മുൻ ഭരണസമിതി അംഗം TK വാസു, TK അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം ജയരാജനും സംഘവും അവതരിപ്പിച്ച മിഴാവിൽ തായമ്പക അരങ്ങേറി. പ്രശസ്ത കൂടിയാട്ടം നങ്ങ്യാർകൂത്ത് കലാകാരി കലാമണ്ഡലം സിന്ധുവിന്റെ നേതൃത്വത്തിൽ കൂടിയാട്ടത്തിന്റെയും അനുബന്ധ കലകളുടെയും പരിശീലനവും രംഗാവതരണവും നടത്തുന്നതോടൊപ്പം ചാക്യാർകൂത്ത്, പാഠകം, മിഴാവിൽ തായമ്പക, മിഴാവിൽ മേളം തുടങ്ങിയ കലകളുടെ പരിശീലനവും രംഗാവതരണങ്ങളും സംഘടിപ്പിക്കുവാനാണ് കൂടിയാട്ടക്കളം ലക്ഷ്യമിടുന്നത്. മിണാലൂരിൽ നിരാലംബനും നിരാശ്രയനുമായ 72കാരൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കുഴഞ്ഞു വീണ് കിടന്നത് 4 ദിവസം. വിവരമറിഞ്ഞെത്തിയ പൊതുപ്രവർത്തകരും അന്തിക്കാട് പോലീസും ചേർന്ന് വയോധികനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മരോട്ടിക്കൽ ഭരതനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 4 ദിവസമായി വീട്ടിൽ നിന്ന് ആളനക്കം കേൾക്കുന്നില്ലെന്ന് അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്ന്
CPM മണലൂർ ലോക്കൽ സെക്രട്ടറി KV ഡേവിസും ലോക്കൽ കമ്മിറ്റി അംഗം TV മനോഹരനും ചേർന്ന് വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഭരതൻ ശുചിമുറിയിൽ കുഴഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടത്. തുടർന്ന് അന്തിക്കാട് പോലീസും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. മുന്തിയ ഇനം നായ്ക്കളെ വളർത്തിവിറ്റാണ് ഇയാൾ ജീവിക്കുന്നത്. പൊതുപ്രവർത്തകരും പോലീസും വീട്ടിലെത്തുമ്പോൾ 9 മുന്തിയ ഇനം നായക്കുട്ടികൾ വിശന്ന് ബഹളം കൂട്ടുന്നതാണ് കണ്ടത്. ഭരതനെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം പൊതുപ്രവർത്തകർ നായ്ക്കൾക്ക് ബിസ്ക്കറ്റും മറ്റും നൽകുകയായിരുന്നു. ഉടമയെ കാണാതായതോടെ നായ്ക്കൾ ഇപ്പോൾ നാട്ടുകാരുടെ സംരക്ഷണയിലാണ്. വൈകുന്നേരമാണ് നമ്മൾ 8 മണിയോടുകൂടി ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടു. ഈ നായകൾ വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് അകത്ത് കടക്കാൻ പറ്റിയിരുന്നില്ല. ഗേറ്റ് ലോക്കായിരുന്നു. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ മതിലിയാടി അകത്ത് കടന്ന് പരിശോധന നടത്തിയപ്പോഴാണ് കുളിമുറിയിൽ ഇദ്ദേഹം കുഴഞ്ഞു കിടക്കുന്നത് കണ്ടത്. ഉടനെ ആംബുലൻസ് വിളിച്ച് ഇദ്ദേഹത്തിനെ ഏറ്റവും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ആദ്യം എത്തിച്ചു. പിന്നീട് അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇപ്പോൾ മിഷൻ ഹോസ്പിറ്റലിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ അദ്ദേഹം ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AITUC പ്രചാരണ ജാഥയ്ക്ക് ഈ മാസം 17 ഇരിങ്ങാലക്കുടയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് ക്യാപ്റ്റനും KK അഷ്റഫ് വൈസ് ക്യാപ്റ്റനും KG ശിവാനന്ദൻ ഡയറക്ടറുമായ വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് 17 ഇരിങ്ങാലക്കുടയിൽ സമാപിക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP നിർവഹിക്കും. TK സുധീഷ്, KK ശിവൻ, മോഹൻ വലിയാട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അവണിശ്ശേരി സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ട് നവീകരണം പൂർത്തിയായി. അവണിശ്ശേരിയുടെ കായിക കുതിപ്പിന് കൂടുതൽ കരുത്തു പകരാൻ പഞ്ചായത്തിലെ ഏറ്റവും വലിയ മൈതാനത്ത് കഴിയുമെന്നാണ് അവണിശ്ശേരി മൈതാന വികസന സമിതിയുടെ പ്രതീക്ഷ. അവണിശ്ശേരിയിലെ കുട്ടികളെ കായിക മേഖലയിലെ കരുത്തരായി വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് അവണിശ്ശേരി മൈതാന വികസന സമിതി എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മൈതാനം നവീകരിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഗാലറി അടക്കം സജ്ജമാക്കാനും ലോങ് ജമ്പ് പിറ്റടക്കം സജ്ജമാക്കാനും കഴിഞ്ഞതായി സംഘാടകനായ പ്രിൻസൻ അവണിശ്ശേരി പറഞ്ഞു. സ്ഥിരമായിട്ട് ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റുകൾ AFAയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കയറ്റിപ്പാടം ക്രിക്കറ്റ് ക്ലബ്ബ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ACL എന്ന് പറയുന്ന ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇനി കബഡിയിലും അതുപോലെ നമ്മൾ പഞ്ചായത്തിന്റെ മുഴുവൻ ധനസഹായത്തോടു കൂടിയിട്ട് ഒരു ജമ്പിംഗ് പിറ്റ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം 9 മീറ്റർ നീളവും 4.5 മീറ്ററിന് അടുത്ത് വീതിയിലുള്ള വലിയൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ജമ്പിംഗ് പിറ്റ്, ലോങ് ജമ്പും അതുപോലെ ട്രിപ്പിൾ ജമ്പൊക്കെ ചാടാൻ പറ്റുന്ന വിധത്തിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള മണൽ കാര്യങ്ങൾ അത് കറക്റ്റ് ബീച്ച് മണൽ നിറച്ചുകൊണ്ടാണ് നമ്മൾ ആ ജമ്പിംഗ് പിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ സംഘടനയായ സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് CPSJയുടെ സംഗമം തൃശൂരിൽ നടന്നു. ജവഹർ ബാലഭവനിൽ നടന്ന സംഗമം മുൻ ഹൈക്കോടതി ജസ്റ്റിസ് MR ഹരിഹരൻ നായർ ഉദ്ഘാടനം ചെയ്തു. CPSJ ദേശീയ ചെയർമാൻ റിട്ടയർഡ് ജഡ്ജി ഡോക്ടർ PN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പൽ രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. CPSJ സംസ്ഥാന സെക്രട്ടറി KH ദാനചന്ദ്രൻ, ജനറൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് CA ജോജോ, ചെയർമാൻ PD ജയശങ്കർ, അഡ്വക്കേറ്റ് PV ഷൈൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ അതിരൂപതയിലെ എല്ലാ പള്ളികളിലെയും ഗായക സംഘാംഗങ്ങളെ പങ്കെടുപ്പിച്ച് പ്രഥമ ഗായക സംഗമം ഗ്ലോറിയ ഫെസ്റ്റ് നാളെ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഗ്ലോറിയ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. പാടുംപാതിരി ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ, ഗ്രാമി അവാർഡ് ജേതാവ് മനോജ് ജോർജ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. സംഗമത്തിൽ 2000-ഓളം ഗായകർ പങ്കെടുക്കുന്ന മെഗാ കരോൾ ഗാനാലാപനം അരങ്ങേറും. അതിരൂപതയിലെ വിവിധ പള്ളികളിലായി ഗായക സംഘത്തിൽ 25 വർഷം മുതൽ 60 വർഷം വരെ ഗാനങ്ങൾ ആലപിച്ചവരെ ചടങ്ങിൽ ആദരിക്കും. ഗായക സംഘം അതിരൂപത ഡയറക്ടർ ഫാദർ ബിജു പണങ്ങാടൻ, പ്രസിഡന്റ് ഫെലിക്സ് ജോസ്, മറ്റ് ഭാരവാഹികളായ സ്റ്റീഫൻ, ലിൻസൺ, സിജോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325ാം ജൂബിലി വർഷോദ്ഘാടനവും പുഷ്പാർച്ചനയും സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ നടന്നു. നാടകാചാര്യൻ CL ജോസ് അർണോസ് പാതിരിയുടെ ഛായാചിത്രത്തിനു മുൻപിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. അർണോസ് പാതിരി അക്കാദമി ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോർജ് തേനാടിക്കുളം അധ്യക്ഷത വഹിച്ചു. ബേബി മൂക്കൻ, ഡേവിസ് കണ്ണമ്പുഴ, PMM ഷെരീഫ്, ഡേവിസ് കണ്ണനായ്ക്കൽ, പ്രൊഫസർ VA വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. CPM മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നള്ളി MLA മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് മത്സര വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, ചിറ്റാട്ടുകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് RA അബ്ദുൽ ഹക്കീം, KK മനോജ്, KB ബിജു തുടങ്ങിയവർ സംസാരിച്ചു. മത്സരത്തിൽ പൂവത്തൂർ ട്രെൻഡ്സ് വിന്നേഴ്സും SBK കവാലിയൻ റണ്ണേഴ്സുമായി. ഡിസംബർ 20 മുതൽ 23 വരെ പാവർട്ടിയിലാണ് ഏരിയ സമ്മേളനം നടക്കുക. CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയായി KD ബാഹുലയനെ തെരഞ്ഞെടുത്തു. KA രാമചന്ദ്രൻ, T പരമേശ്വരൻ, രവി കൊമ്പത്ത് എന്നിവരെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. NG സന്തോഷ് ബാബു, K അബിൽ ബേബി, KR പ്രശാന്ത് എന്നിവരാണ് പുതിയ അംഗങ്ങൾ. കേരള യൂത്ത് ഫ്രണ്ട് M വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ലോയിഡ് തോളൂർ അന്തരിച്ചു. ന്യൂമോണിയ ബാധിച്ച് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തോളൂർ പാണയങ്ങാടൻ ഔസേപ്പിന്റെയും മറ്റം കാക്കശ്ശേരി കുടുംബാംഗമായ ബ്രിജീത്തയുടെയും മകനാണ്. KC മാണി വിഭാഗം മുൻ ജില്ലാ പ്രസിഡന്റ്, യൂത്ത് ഫ്രണ്ട് M തൃശൂർ ജില്ലാ മുൻ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിൽ യൂത്ത് കോൺഗ്രസ് ചൂട്ട് കത്തിക്കൽ സമരം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാപ്പാറ KSEB ഓഫീസിന് മുന്നിൽ നടന്ന സമരം DCC എക്സിക്യൂട്ടീവ് അംഗം PU സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്ത് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിഷാഫ് കുര്യാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേലൂർ ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന റഷീദ്, KK മണി, കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗം അസീസ്, കാട്ടാക്കാമാൽ ഗ്രാമപഞ്ചായത്ത് അംഗം യദു തുടങ്ങിയവർ സംസാരിച്ചു. വേലൂരും കടവല്ലൂരും തമ്മിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഇരു ടീമും ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-1 കടവല്ലൂർ വിജയിച്ചു. കുന്നംകുളം കീഴൂർ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം ഭക്തിസാന്ദ്രമായി. 30 ഉത്സവ ആഘോഷ കമ്മിറ്റികളാണ് പൂരത്തിൽ പങ്കെടുത്തത്. വൈകിട്ട് 5 വരെ ആനകളെ റോഡിൽ ഇറക്കി എഴുന്നള്ളിപ്പിക്കരുതെന്ന ഹൈക്കോടതി നിർദ്ദേശം പാലിച്ചുകൊണ്ട് 5 മണിയോടെയാണ് ക്ഷേത്രനടയിലേക്ക് ആനകളുമായി പൂരങ്ങൾ എത്തിയത്. ഓരോ കമ്മിറ്റിക്കാരും ഓരോ ആനകളുമായാണ് ക്ഷേത്രത്തിൽ എത്തിയത്. 30 ആനകൾ ഗജസംഗമത്തിൽ അണിനിരന്നു. 1-ൽ കൂടുതൽ ആനകളെ നേരത്തെ ഏൽപ്പിച്ചിരുന്ന കമ്മിറ്റിക്കാർ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ബാക്കിയുള്ളവയെ ഒഴിവാക്കുകയായിരുന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ വെള്ളിത്തിരുത്തി ഉണ്ണിനായർ നേതൃത്വത്തിൽ പാണ്ടിമേളം അരങ്ങേറി. പരമ്പരാഗത വേലകളും തെയ്യക്കാഴ്ചകളും ആഘോഷത്തിന് മാറ്റേകി. ഇന്ന് പുലർച്ചെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ക്ഷേത്ര പ്രദക്ഷിണവും നടന്നു. വെള്ളിത്തിരുത്തി ചിറ്റിലേങ്ങാട് പുറമല അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ അയ്യപ്പ ഭാഗവതത്ര അയ്യപ്പ ഭാഗവത ത്രയാഹവും 18-ാം പടി സമർപ്പണത്തിന് തുടക്കമായി. 4 ദിവസങ്ങളിലായാണ് സമർപ്പണം നടക്കുന്നത്. യജ്ഞശാലയിലേക്കുള്ള അയ്യപ്പ വിഗ്രഹം ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും അലങ്കരിച്ച വാഹനത്തിൽ എയ്യാൽ കാർത്യായനി ദേവി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചു. യജ്ഞാചാര്യന്മാരെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. ക്ഷേത്രം തന്ത്രി CK കരുണാകരൻ ഭദ്രദീപം തെളിയിച്ചു. യജ്ഞമണ്ഡപത്തിൽ വിഗ്രഹ പ്രതിഷ്ഠയും ശേഷം ദീപാരാധന ഗ്രന്ഥസമർപ്പണവും നടന്നു. 7 ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി ഞായറാഴ്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഇരുമുടിക്കെട്ടും നിറച്ച് 18-ാം പടി കയറി അയ്യപ്പ ദർശനം ചെയ്ത് നെയ്യഭിഷേകം ചെയ്യുവാനും ശേഷം വരുന്ന നാളികേരം ആഴിയിൽ സമർപ്പിക്കാവുന്നതുമാണെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു.
മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ആഘോഷമായി. മണ്ഡലമാസത്തോടനുബന്ധിച്ച് മേള പ്രഗത്ഭരായ കലാമണ്ഡലം ശ്രീരാഗിന്റെ തായമ്പകയും വെളപ്പായ നന്ദിന്റെ കുഴൽപ്പറ്റും മുണ്ടത്തിക്കോട് സന്തോഷിന്റെ താളവും ഉണ്ടായി. തുടർന്ന് ധനലക്ഷ്മി മാരാത്ത്, ഗീത ശശീന്ദ്രൻ, രാഗിണി പാറപ്പുറത്ത്, വിജയലക്ഷ്മി രാധാകൃഷ്ണൻ എന്നിവർ നാമജപത്തിന് നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ദേശമംഗലം യൂണിറ്റ് സമ്മേളനം ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ നടന്നു. AKTA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PG ജോൺസൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് M സുശീല അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി M ദാമോദരൻ, ട്രഷറർ TP പ്രമീള, വള്ളത്തോൾ നഗർ സെക്രട്ടറി MT രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്മാപ്പള്ളി മുളങ്കോട് പരിസരത്തെ കൊടിക്കാൽ നശിപ്പിച്ചതിനെ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ചെമ്മാപ്പള്ളി സെന്ററിൽ നടന്ന യോഗം ആവശ്യപ്പെട്ടു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ആൻഡോ തുറയൻ, രാമൻ നമ്പൂതിരി, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MB സജീവ്, KPCC വിചാർ വിഭാഗ് താന്യം മണ്ഡലം ചെയർമാൻ വിനോഷ് വടക്കേടത്ത് എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ശലഭോത്സവം ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ശലഭോത്സവം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ദേശീയ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ CS ബൈജുവിനെ ചടങ്ങിൽ ആദരിച്ചു. കരാഞ്ചിറ കോലോത്തുംകുന്നിൽ നാഗപ്രതിഷ്ഠ ചടങ്ങ് നടന്നു. രാവിലെ ഗണപതി ഹോമം, സുകൃത ഹോമം, പായസ ഹോമം എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് മണക്കാട്ടുമന പരമേശ്വരൻ നമ്പൂതിരി നേതൃത്വം നൽകി. സൈക്കിൾ പോളോ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ 2024 ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ തൃശൂർ സെന്റ് മേരീസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അനു D ആലപ്പാട്ടിനെ ആദരിച്ചു. സൈക്കിൾ പോളോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PA ഹസൻ ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് MM ബാബു അധ്യക്ഷത വഹിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡാലി ഡൊമിനിക്, ലിറ്റി മാത്യു ഇരിമ്പൻ, ഡോക്ടർ ജൻസി ജെയിംസ്, TT ജെയിംസ് എന്നിവർ സംസാരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകനും ദേശാഭിമാനി മുൻ സീനിയർ ന്യൂസ് എഡിറ്ററുമായ വാസുദേവൻ അന്തിക്കാടിന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകൻ അബ്ബാസ് B രാവുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂർ നാഗത്താൻകാവ് നാഗരാജ വാസുകി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ആഘോഷിച്ചു. AN നാരായണ ശർമ്മ പൂജകൾക്കും വിശേഷാൽ ചടങ്ങുകൾക്കും നേതൃത്വം നൽകി. എറവ് സെന്റ് തെരാസസ് IC സ്കൂളിന്റെ 16ാമത് വാർഷികാഘോഷം വൈബ്രാങ്കോ ആഘോഷിച്ചു. കണ്ടശാങ്കടവ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് ചാലക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ റോയ് ജോസഫ് വടക്കൻ അധ്യക്ഷനായിരുന്നു. സീരിയൽ താരം ശിവാനി മേനോൻ മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് നീതു ചാക്കോച്ചൻ സ്കൂൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃപ്രയാറിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചളിങ്ങാട് GMLP സ്കൂളിൽ നടന്ന ക്യാമ്പ് കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. CPT പ്രസിഡന്റ് PA നസീർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം PA ഷാജഹാൻ മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപകൻ ദിനകരൻ, CPT വൈസ് പ്രസിഡന്റുമാരായ PK നാസർ, TS മുസ്തഫ, CPT വനിതാ വിംഗ് പ്രസിഡന്റ് നൂർജഹാൻ മുസ്തഫ, സെക്രട്ടറി ഹസീന ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു.
കുട്ടഞ്ചേരി ആലിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്കും ഗോളക സമർപ്പണവും നടന്നു. ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അയ്യപ്പസ്വാമിക്ക് ഗോളക, പടിപ്പുര, ഓട് വിരിച്ച തിരുമുറ്റം എന്നിവയുടെ സമർപ്പണം നടന്നു. ക്ഷേത്ര മേൽശാന്തി രാജീവ് പഴവൂർ വിശേഷാൽ പൂജകൾക്ക് നേതൃത്വം നൽകി. മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുപാട്ടിന്റെയും താലമെടുത്ത മാളികപ്പുറങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലെ വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു. കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘം സതീശനും സംഘവും വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി. ഇനി വാണിജ്യം. സഹകരണ ധനകാര്യ രംഗത്ത് 6 പതിറ്റാണ്ടിലേറെ വിശ്വസ്തമാർന്ന സേവന പാരമ്പര്യമുള്ള തൃശൂർ ഫാത്തിമ നഗർ കോർപ്പറേറ്റീവ് ബാങ്ക് മികച്ച പ്രവർത്തന ലാഭവുമായി കൂടുതൽ ഉയരങ്ങളിലേക്ക്. 1962 സ്ഥാപിതമായ തൃശൂർ ഫാത്തിമ നഗർ കോഓപ്പറേറ്റീവ് ബാങ്ക് 17 വർഷങ്ങൾക്ക് ശേഷം ഈ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം 26.8 ലക്ഷം രൂപ പ്രവർത്തന ലാഭം കൈവരിച്ചു. നിലവിൽ 5 ബ്രാഞ്ചുകളും 121.76 കോടി രൂപ ഡെപ്പോസിറ്റുമായാണ് ഫാത്തിമ നഗർ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. പുതിയ ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം ലോൺ തിരിച്ചടവ് മുടങ്ങിയ ഇടപാടുകാരെ കണ്ട് തിരിച്ചടവ് വേഗത്തിലാക്കിയതും ബാങ്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമായ മേൽനോട്ടത്തിന് കീഴിലാക്കിയതുമാണ് ലാഭം കൈവരിക്കാൻ ഇടയാക്കിയത്. സ്വർണ്ണ വായ്പ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തൃശൂർ നഗരത്തിലെ കുറഞ്ഞ നിരക്കായ 7.75% പലിശ കുറച്ചതും വസ്തുപണയ വായ്പാ നിരക്ക് 12.5% നിജപ്പെടുത്തിയതും ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി. അടുത്ത വർഷം മുതൽ ബാങ്കിന്റെ ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം നൽകാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രസിഡന്റ് ബൈജു വർഗീസ് പറഞ്ഞു. ഈ വർഷം ലാഭത്തിൽ വരാൻ സാധിച്ചു. അതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്. അതിന് കൂട്ടായൊരു പ്രയത്നം ബാങ്കിൻ്റെ ഭാഗത്തുനിന്നും ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നും സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്നൊക്കെ വളരെയധികം, അതുപോലെ ഓഹരി ഉടമകളുടെ ഭാഗത്തുനിന്നൊക്കെ വലിയൊരു സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം ബാങ്കിന് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3204 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് VS സുനിൽകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി. താൻ കണ്ടതും തനിക്ക് അറിയാവുന്ന കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയതായി സുനിൽകുമാർ. 31ാമത് SI കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നടന്നു. പോലീസിന് ജനസൌഹൃദത്തിന്റെ മുഖം കൈവന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതുക്കാട് ഉഴിഞ്ഞാൽപ്പാടത്ത് അംഗപരിമിതിയായ ലോട്ടറി വിൽപ്പനക്കാരിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ചാലക്കുടി മേലൂർ നമ്പ്യാർ വീട്ടിൽ അമ്പിളിക്കാണ് പരിക്കേറ്റത്. കൊടകര കുഴൽപ്പണക്കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യ മൊഴിയെടുക്കും. തിങ്കളാഴ്ച കുന്നംകുളം കോടതിയിലാണ് മൊഴിയെടുക്കുക. ജില്ലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. അവണൂരും ആറങ്ങോട്ടുകരയിലും കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ദേശീയപാത മതിലകത്ത് ക്രെയിൻ ഇടിച്ച് കാൽനട യാത്രക്കാരിയായ യുവതിക്ക് ഗുരുതര പരിക്ക്. വടാനപ്പള്ളി ഇടശ്ശേരി സ്വദേശി സൂഫിയക്കാണ് പരിക്കേറ്റത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.